പേരാമ്പ്ര സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സിപിഎമ്മിനെതിരെ കനത്ത വിമർശനം ഉയർത്തിയിരിക്കുകയാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. മർദ്ദനം അഴിച്ചുവിടുന്ന പോലീസിന്റെ കരങ്ങൾ കെട്ടാനാണ് സിപിഎം ശ്രമിക്കുന്നത് എന്ന് സണ്ണി ജോസഫ് ആഞ്ഞടിക്കുന്നുണ്ട്. MP ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് സിപിഎമ്മിന്റെ പോലീസാണ്. അത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ നടത്തിയിരിക്കുന്നതുമാണ്. ഈ ഗൂഢാലോചനയിൽ LDF കൺവീനറായ EP ജയരാജൻ ഉൾപ്പെടെ പങ്കുണ്ടെന്ന് വ്യക്തവുമാണ്. DYFI കുഞ്ഞുങ്ങൾ ഗ്രാനേഡ് എറിഞ്ഞത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നാടകവും ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ അരങ്ങേറുകയുണ്ടായി. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പലതരത്തിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായ വിമർശനമാണ് സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. സത്യസന്ധമായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി CPMന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പിണറായിയുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കെതിരെ കനത്ത അമ്പുകളാണ് സണ്ണി ജോസഫ് തൊടുത്തുവിടുന്നത്. EP ജയരാജന്റെ പങ്കിനെതിരെ കനത്ത വിമർശനം ഉയർത്തുന്ന സണ്ണി ജോസഫിന്റെ വാക്കുകളിലേക്ക്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകരെ വ്യാപകമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചെന്ന് പറയുന്ന പോലീസുകാരനെ AI ടൂൾ വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് SP പറഞ്ഞു. ഇതുവരെ അങ്ങനെ കണ്ടുപിടിക്കാനോ അതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി കോൺഗ്രസ് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്? പേരാമ്പ്ര സംഭവത്തിൽ പോലീസിന്റെ കരങ്ങൾ കെട്ടാനാണ് CPM ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിൽ MPയെ പോലീസുകാരൻ തന്നെ അന്യായമായിട്ട് ആക്രമിക്കുകയായിരുന്നു, പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. അത് അതിൻ്റെ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായ ദൃശ്യങ്ങളുമുണ്ട്. എന്തിന് SP തന്നെ പറഞ്ഞു അവിടെ ഒരു പോലീസിൻ്റെ നടപടിയിലേക്ക് ഒരു ലാത്തി ചാർജിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നില്ല. ചില പോലീസുകാർ കാണിച്ച തെറ്റായ നടപടിയാണ് ആ പ്രയാസങ്ങൾ, പ്രതിസന്ധി, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് SP തന്നെ വ്യക്തമാക്കി. പിന്നീട് പോലീസ് പറഞ്ഞ എന്താണ്, AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആരാണ് ഷാഫിക്ക് പരിക്കേൽപ്പിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് പറഞ്ഞത്. എന്നാൽ മാർക്സിസ്റ്റ് നേതാക്കന്മാർ, അത് ആരാണെന്ന് നന്നായിട്ട് അറിയാവുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാർ അതിലെ യഥാർത്ഥ പ്രതികളായ പോലീസുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. പോലീസുകാരെ അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ആരെ? ഉദ്യോഗസ്ഥന്മാരെ, ഓഫീസേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയാണ്. സത്യസന്ധമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി യഥാർത്ഥ സംഭവങ്ങൾ തെളിയിക്കപ്പെടരുത് എന്ന് CPM നേതൃത്വം, എന്തിന് LDF കൺവീനർ EP ജയരാജൻ വന്ന് നടത്തിയ ഭീഷണി പ്രസംഗം അവിടെ നിൽക്കുകയാണ്. EP ജയരാജനെതിരെ കേസെടുക്കണം. LDF കൺവീനർ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഭരണത്തിൻ്റെ ദുസ്വാധീനം ചെലുത്തി പോലീസുകാരെ വരട്ടാനാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങളത് അനുവദിക്കുന്ന വിഷയമില്ല. നിയമപരമായും ജനകീയമായും ഈ കാര്യത്തിലെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്, ഇനിയും ഉയർത്തും. നടപടികൾ സ്വീകരിക്കണം, കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. കുറ്റവാളികളെ രക്ഷിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ വ്യക്തമായ സമീപനം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. കേന്ദ്രത്തിന് ഇന്നലെ വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞു, പിന്നീട് വന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അങ്ങനെ അതൃപ്തി ഇപ്പോൾ ഉണ്ടോ? അത് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. 100% തൃപ്തി കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. 100% തൃപ്തിയുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. ഒരാൾക്കും അതൃപ്തിയില്ല. വ്യക്തികൾ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും. എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അതൃപ്തി ഉണ്ടാവും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ആസ് എ ഹോൾ മാധ്യമങ്ങളും കാണേണ്ടത് ഇത് നല്ല കഠിന പരിശ്രമം നടത്തി, നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നപ്പോൾ തന്നെ, UDF കൺവീനറും വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. വർക്ക് ആ നിലയിൽ സജീവമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട